രാധേ ഫാദേഴ്സിന്റെ പെട്ടി എടുത്തോണ്ട് പോവാ. ഗോപാല, നീ എന്താ താമസിച്ചത്? ഇന്നലെ മണി കൂടിപ്പോയ ആശാനെ ഇപ്പഴാ എഴുന്നേറ്റ്. അല്ല, ഈ സുനയും കൊണ്ടാണോ പോകുന്നത്? എടാ, ലേഡീസ് പള്ളിക്കൂടത്തിന്റെ അടുത്തേക്കല്ലേ പോകുന്നത്? ഈ സാധനങ്ങളൊക്കെ ധാരാളം മതി. ഇതുകൊണ്ട് പോയാലേ എനിക്കും തല്ലി കിട്ടും. എടാ ഫൂൾ ഡൗണേ, കുഴിയാനയെ കൊമ്പനാനയാക്കി അതിന്റെ വാല് മാത്രം ലേലം ചെയ്ത് കൊമ്പനാനയുടെ വില മേടിക്കുന്നവനാ ഈ ലേലം പിള്ള. മോളെ, ആ ബോക്സ് എവിടെ കൂടി? ഇയാളെന്നും അച്ഛനെ കൊണ്ട് കള്ളുപിടിപ്പിച്ചിങ്ങി വന്നേരെ ചെവിക്കുറ്റി നോക്കി തരുന്നുണ്ട്. അധികം പൊങ്ങാതെ നിലത്ത് നിൽക്കരുത് പെണ്ണേ. ഇല്ലെങ്കിൽ താൻ എന്തോ ചെയ്യും? ചേച്ചേ, മോള് വഴക്കുണ്ടാക്കണ്ട. അച്ഛൻ നിന്ന് ഡ്രിങ്ക് കുടിക്കൂല. ഡെഫിനിറ്റ് ലിഫ്റ്റ് എന്നും ഇങ്ങനെ പറയും. ഈ നാറിയ അച്ഛനെ ചീത്തയാക്കുന്നത്. തന്റെ അടുത്തേക്ക് ഞാൻ നോക്കത്തില്ല, പെടലി അടിച്ചിരിച്ചോളെ. തന്റെ അമ്മച്ചി ചെന്ന് അടിക്കത്തേ ഉള്ളൂ. ചോട ഉണ്ടെങ്കിൽ അടിച്ചു നോക്ക്. നീ ഒന്ന് അടങ്ങും മോളെ. എടാ ഗോപാല, ചുക്കും ചുണ്ണാമ്പും തിരിച്ചറിയാതെ പെണ്ണല്ലടാ. അവൾ എന്തെങ്കിലും പറയട്ടെ. ആശാനെ ഈ പെണ്ണെ വഷളാക്കുന്നത്. എടാ തള്ളില്ലാത്ത പെണ്ണല്ലടാ. യു ഡോണ്ട് ടോക്ക് ഇൻ ദ ലേഡി. മോളെ, കുരുത്തക്കെടൊന്നും പോവാതെ അടങ്ങി ഒതുങ്ങിയ സ്ഥലത്ത് ഇരുന്നോളണോ? അച്ഛൻ വരുമ്പോ മിഠായി കൊണ്ടുവരുന്നേ. എനിക്ക് മിഠായി ഒന്നും വേണ്ട. അച്ഛൻ കള്ളു കുടിക്കാതെ വന്നാ മതി. ശരി, എന്റെ പൊന്നു മോളാണ്. അച്ഛൻ്റെ ഡ്രിങ്ക് ലിക്കർ കൈയോട്ട് തൊടൂല. അച്ഛന്റെ പൊന്നു മോള് അച്ഛനിന്ന് കുടിക്കൂല. എടാ ഗോപാല, യു പ്ലീസ് കം വിത്ത് മൈ ബാഗ്. അണ്ടർസ്റ്റാൻഡ്? തരുന്ന അച്ഛനെ കൊണ്ട് കുടിപ്പിച്ചാലുണ്ടല്ലോ. അരേ ജാദുകുമാർ ജഗന്നാഥ് 5-13. കുട്ടികളെല്ലാവരും ഒരു കൈയടിക്കണം. അമേരിക്കൻ കമ്പനിയോട് കിടപിടിക്കത്തക്ക വിധത്തിൽ ഞങ്ങളുടെ കമ്പനി ഇന്ത്യയിൽ പ്രത്യേകം തയ്യാർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ തരം പേന. ഈ പേന കൊണ്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാം, ആധാരം എഴുതാം, ലവ് ലെറ്റർ എഴുതാം. മാത്രമല്ല, ഞങ്ങളുടെ കമ്പനി പ്രചരണാർത്ഥം ഈ പേന ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ തരുന്നു. നിങ്ങൾക്കിത് വാങ്ങി വളച്ചു നോക്കാം, ഒടിച്ചു നോക്കാം, പൊട്ടിച്ചു നോക്കാം, എഴുതി നോക്കാം. ഞങ്ങൾ ഗ്യാരണ്ടി പറയുന്നു, വളയില്ല, ഒടിയില്ല, പൊട്ടില്ല, എഴുതില്ല. എഴുതും എഴുതും എഴുതും. മാത്രമല്ല, ഇതുകൊണ്ട് പ്രേമലേഖനം എഴുതി മൃഗത്തിന് കൊടുത്താൽ മൃഗം പോലും നിങ്ങളെ പ്രേമിക്കുമെന്നുള്ളതാണ് എന്റെ പ്രത്യേകത. ഈ പേന ഞങ്ങളുടെ കമ്പനി ആവശ്യാർത്ഥം വളരെ തുച്ഛമായ വിലയ്ക്ക് ഏതാനും ബീഡികളുടെ കാശിന് വേണ്ടി നിങ്ങൾക്കിതാ ഞങ്ങൾ ലേലം ചെയ്ത് വെക്കുന്നു. കൂടുതൽ ആവശ്യക്കാർക്ക് വാങ്ങാം. 10 പൈസ. 10 പൈസ. 25 പൈസ. എത്ര? 25 പൈസ. എന്താ പേര്? എന്റെ പേരാ ഗോപാലൻ. 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 ഗോപാലൻ നിർലോഭമായി പണവുമായി 15 പൈസ. 30. നിനക്ക് എന്ത് തന്നെ സുഖാടി? നിന്റെ അന്തേന്ന് കാണട്ടെ. കള്ളും കുടിച്ച് ചെള്ളു അരിച്ച് നടക്കുന്ന നിനക്ക് ആരാടാ പെണ്ണ് തരുന്ന? എന്റെ മകളെ കേട്ടാൻ രാജകുമാരന്മാര് വരടാ, രാജകുമാരന്മാർ. ആശാനെ, ആശാന്റെ പിറക്ക് പെട്ടിയും തൂക്കി കുറെ നാളുകൊണ്ട് ഗോപാല നടക്കില്ലേ? അങ്ങനെ അങ്ങ് തലയാതെ. എന്റെ മോളെ കെട്ടാന്ന് വിചാരിച്ച ആരും പെട്ടി ചുമന്ന് നടക്കേണ്ടവരുടെ ആവശ്യമില്ല. മൈ ഡിയർ ഗോപാല, പെട്ടി അവിടെ വെച്ച് യു ഗോ ഔട്ട്സൈഡ് പ്ലീസ്. ആശാനെ, ആശാൻ നല്ല ഫിറ്റ്. പിടറാ പിടറാ. ആശാൻ 10 കുപ്പി അടിച്ച ആശാന്റെ മൂക്കൊന്നും വേർക്കൂല. അത് കളാ. കള്ളും കുടിച്ചോണ്ട് എങ്ങാണ്ട് കിടക്കുകയായിരിക്കും. എനിക്ക് വിശക്കണോ? ഞാൻ വല്ലതും കഴിക്കാൻ പോവാ.
കുഞ്ഞിനൊന്നും കഴിച്ചില്ലല്ലോ, ഈ പാല് കുടിക്കേ. എനിക്ക് വേണ്ട. ശാരദ കുഞ്ഞ് പെറ്റെന്നേ ഉള്ളൂ. എന്റെ മടിയിൽ കിടന്നാ കുഞ്ഞ് വളർന്നത്. കുഞ്ഞിനൊന്നും കഴിക്കാതെ ഞാൻ പച്ചവെള്ളം പോലും കുടിക്കത്തില്ല. എന്റെ കുഞ്ഞിത് കുടിക്കേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഓ, ഞാൻ പെറ്റമ്മയല്ലല്ലോ, എനിക്ക് മക്കളുമില്ല. ഞാൻ പട്ടിണി കിടന്നാൽ ആർക്കാ ഛേദം? എന്റെ സ്നേഹം ആർക്ക് വേണം? എന്നെ സ്നേഹിക്കാൻ ആരാ? എന്റെ കുഞ്ഞു കുടിക്കേ. രാധമുനക്ക് കോപം ആകാദടി മോളെ, രാധമുനക്ക് കോപം ആകാദടി മോളെ. സാലം പ്ലീസ്, ഡോണ്ട് ടോക്ക് പ്ലീസ്. മോളെ മോളെ രാധേ. അല്ല, നീ എന്തിനാടി പെണ്ണെ എന്നെ നോക്കണത്? ഞാൻ കുടിപ്പിച്ചതല്ല, ആശാൻ തനിയെ കുടിച്ചതാ. എന്റെ പൊന്നും മോളിങ് വന്നേ. അച്ഛന് ഇന്നൊരു തെറ്റ് പറ്റി, ക്ഷമിക്കടി മോളെ. മേല അച്ഛൻ കള്ള് കൈകൊണ്ട് തൊടൂല. ഡോൺ ടച്ചബിലിറ്റി. അച്ഛൻ മോക്ക് മിഠായി കൊണ്ടുവന്നിട്ടുണ്ട്, മോള് തിന്നോ. എനിക്ക് വേണ്ട. പെണങ്ങാതടി മോളെ, എന്റെ പൊന്നു മോളല്ലേ മോളെ. ആ മോള് പോയി അച്ഛന്റെ ചോറ് 2 ആയിട്ട് വിളമ്പണം. മിസ്റ്റർ ഗോപാലിനും ഉണ്ണണം. പോ മോളെ, പോ. ഡോണ്ട് വെരി, പോ. ഹായ്, സിറ്റ് ഡൗൺ. നീ അഴിഞ്ഞോടി പെണ്ണെ, നിന്നെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാ. ആശാൻ സമ്മതിച്ചിട്ടുണ്ട്. കല്യാണമോ? അതെന്താ? എങ്ങനാടി ഞാനത് പറയുന്നത്? കല്യാണം കഴിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പൊ കാണിച്ചു. കല്യാണമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലേടി, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ രാത്രിയില് നീ ഇതുപോലെ പായിടും. അപ്പോ ഞാൻ ഇച്ചിരി അമ്മനെ അടിച്ചിട്ട് ഇങ്ങനെ പിടിക്കും. നീ പോണ്ടടി, ഇവിടെ ഇരിക്കും, നമുക്ക് ഒരുമിച്ച് കിടക്കാം. അയ്യോ, എനിക്ക് അച്ഛൻ്റെ അടുത്ത് കിടന്നാലേ ഉറക്കം വരും. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെങ്കിലേ അങ്ങ് വന്ന് കിടക്ക്. കൊള്ളാം. ഇവിടെ ഒന്ന് പതുങ്ങിയിരിക്കണോ? ദീപേട്ടനെ ഞാൻ എവിടെയെല്ലാം തിരക്കി. ചേട്ടന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? അമ്മാവൻ വല്ലതും പറഞ്ഞോ? ഞാൻ വന്നിട്ട് ഇതുവരെ അച്ഛൻ എന്നോട് മിണ്ടിയിട്ട് പോലും ഇല്ല. അമ്മാവനൊരു ഭയങ്കരനാ. ചേട്ടനൊരു കാര്യം ചെയ്യും, ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കേ. അമ്മയെ കണ്ടതായിട്ട് പോലും ഓർമ്മയില്ല. അച്ഛൻ ഇങ്ങനെയും. എനിക്ക് ആരുമില്ല സന്ധ്യ. ചേട്ടൻ ആരുമില്ലെന്ന് ആര് പറഞ്ഞു? ഞാനില്ലേ, എന്റെ അമ്മയില്ലേ. ചേട്ടൻ ഇങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോ എനിക്ക് സങ്കടം വരും. എനിക്ക് വേണ്ടി ആരും സങ്കടപ്പെടണമെന്നില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളാം. ഒറ്റയ്ക്ക് ഇങ്ങനെ കുത്തിയിരിക്കുന്നത് കൊണ്ടാ ആവശ്യമില്ലാത്തൊക്കെ തോന്നുന്നത്. വാ ചേട്ടാ, നമുക്ക് നീന്തൽ മത്സരം കാണാൻ പോവാം. ഞാൻ വരുന്നില്ല. വാ ചേട്ടാ. നീ പോയിക്കോ. വരാൻ.
ആശാൻ തീയതി പുറത്തേക്ക് പോയി. ഇയാൾ ഇതൊന്നും ഒടിച്ചതാ. കിട്ടുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, ഞാൻ പൊക്കിത്തരാം. നീ ഓടിച്ചോ. ഒടിച്ചു. തായർക്ക് കാണാൻ നല്ല ഭംഗിയല്ലേ ചേട്ടാ? നമുക്ക് ഈ ആറ്റിലിറങ്ങി ഒന്ന് കുളിക്കാം. വേണ്ട. എന്ത് പറഞ്ഞാലും വേണ്ട വേണ്ട. ആണ്ടിൽ ഒരിക്കലാ വരുന്നത്. വന്നാ പിന്നെ മുഖവും വീർപ്പിച്ച് ഒറ്റയ്ക്ക് എവിടെങ്കിലും ഇരിക്കുന്നതാണ് ഇഷ്ടം. എന്നോട് ഒരു സ്നേഹവും ഇല്ല. നീയുള്ളത് കൊണ്ടാ വല്ലപ്പോഴെങ്കിലും ഇവിടെ വരുന്നത്. എനിക്കറിയില്ലേ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ചേട്ടാ. വരൂ, നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട്. എന്തിന്? അമ്മാവന്റെ മനസ്സ് മാറാനും ദീപേട്ടന്റെ സന്തോഷത്തിനും വേണ്ടി. ദീപു, പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാനേജറോട് ചോദിച്ചാൽ മതി. എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. കേൾക്കണമെന്നില്ല. നിനക്ക് ആവശ്യമുള്ളതൊക്കെ തരാൻ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരു ബാങ്കുമായുള്ള ബന്ധമേ നമ്മൾ തമ്മിലുള്ളൂ. അതെങ്കിലും നിലനിർത്താൻ നീ ശ്രമിക്കൂ. ഞാൻ എന്തു തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തത് ഞാനാണ്. നിനക്ക് ജന്മം തന്നു, പിന്നെ നിന്നെ ഇതുവരെ വളർത്തി. ഇത് രണ്ടും എന്റെ കുറ്റം കൊണ്ടല്ല. സമ്മതിച്ചു. അതിന്റെ ശിക്ഷയും ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാൻ വിശദീകരണം ആവശ്യമില്ല, പൊയ്ക്കോളൂ. അമ്മയെ കൊന്നു, അച്ഛനെ കൊല്ലാതെ കൊല്ലുന്നു. എല്ലാം നശിപ്പിക്കാൻ പിറന്ന ചെകുത്താന്റെ സംഭവം. ദീപക്കുഞ്ഞ് നമുക്ക് എല്ലാവർക്കും നഷ്ടപ്പെടും. ആ കണ്ണീര് കണ്ടുകൊണ്ട് ഇനി ഇവിടെ താമസിക്കാൻ എനിക്ക് വയ്യ. ചേട്ടന്റെ സ്വഭാവം ഭവാനിയമ്മയ്ക്ക് അറിഞ്ഞുകൂടെ? ദീപുവിന്റെ കാര്യം പറയാൻ തുടങ്ങുമ്പോഴേ മട്ടാകെ മാറും. ദീപക്കുഞ്ഞ് എന്തെങ്കിലും കടുങ്കൈ കാണിക്കുന്നതിന് മുൻപ് വേണ്ടത് ചെയ്യണം. എനിക്കത്രേ പറയാനുള്ളൂ. ഞാൻ എന്ത് വേണമെന്ന ലക്ഷ്മിക്കുട്ടി പറയുന്നത്? എല്ലാ ജീവിത സൗകര്യങ്ങളും അവനിവിടില്ലേ? ആവശ്യത്തിന് പണം ഞാൻ കൊടുക്കുന്നില്ലേ? അവന് വേണ്ടുന്നത് അച്ഛന്റെ സ്നേഹമാണ്. എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ, ചേട്ടൻ അവനെ നശിപ്പിക്കരുത്. എല്ലാ നാശവും അവന് വേണ്ടി സ്വയം ഏറ്റുവാങ്ങുന്നവനാണ് ഞാൻ. അല്പം കൂടി ദയ കാണിക്കൂ ചേട്ടാ. അത് കാണിക്കുന്നത് കൊണ്ടാണ് ആ ചെകുത്താൻ ഇന്നും ജീവനോടിരിക്കുന്നത്. ഇല്ലെങ്കിൽ അവന് ഞാൻ വെടിവെച്ച് കൊല്ലുമായിരുന്നു. ചേട്ടാ